പൗണ്ട്ലാൻഡ് ഈ സ്റ്റോറിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് റിവർ സൈഡിലെ കാർ പാർക്കിങ്ങിലാണ്. ഇവിടെ നമ്മൾ വരലുണ്ട് നമ്മുടെ കാറിന്റെ പാർട്സ് ഒക്കെ വാങ്ങാൻ. ഓർമ്മയുണ്ടോ? അപ്പുറത്തെ ഷോപ്പിൽ നിന്ന്. തൽക്കാലം പിന്നെ ഒരു ദിവസം വേറൊരു ഇതിൽ വരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈഫ കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാ പുറത്തേക്ക്. അപ്പോൾ 1-2 സാധനം വാങ്ങാണ്ടായിരുന്നു. ചെറിയൊരു ഐറ്റം വാങ്ങാണ്ട്. ഇടയ്ക്ക് നോക്കണേ. അപ്പോൾ ഞങ്ങളിത് അവിടെ ഒരു കാർ പാർക്കിങ്ങിലുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് നോർത്ത് ആംപ്ടണിലെ റിവർ സൈഡ് പറഞ്ഞൊരു ഏരിയയാണ്. റിവർ സൈഡ് പറഞ്ഞ ഷോപ്പിംഗ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു കാർ പാർക്കിൽ നിർത്തി. ഇവിടെ നമുക്ക് ഇന്ന് ചെറുതായിട്ട് ഒന്ന് പൗണ്ട്ലാൻഡിൽ കയറണം. പൗണ്ട്ലാൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഗ്രോസറീസ് എല്ലാം നമുക്ക് എൻ്റെ പോയി കാണാം, കടൻ്റെ ഉള്ളിൽ പോയി കാണാം. അപ്പോൾ ഏകദേശം എല്ലാ ഐറ്റംസിനും 1 പൗണ്ട് 1.5 പൗണ്ട് ആ റേഞ്ച് ആയിരിക്കും. അപ്പോൾ അതാണ് ആ ഷോപ്പിനുള്ള പേര്, ഒരു പൗണ്ട്ലാൻഡ് എന്നുള്ളത്. ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ടാവും അവിടെ. അപ്പോൾ വൈഫ് ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു ഷോപ്പ്. ഓൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. വീട്ടിലോട്ട് പോയാലോ? എന്ന് വെച്ചിട്ട് കാണിച്ചു തരല് മാത്രമല്ല എനിക്ക്. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം. പോലെ ഓക്കെ, ലെറ്റ്സ് കം വിത്ത് us. ഷോപ്പിന്റെ പേരും പറഞ്ഞ് ഏകദേശം 1 പൗണ്ട് ഉള്ളു പറഞ്ഞപ്പോഴേ എന്തായാലും അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോട്ടാണ് ഹൈഫൻ്റെ ഇന്നത്തെ വരവ്. പക്ഷെ ഞാനാണെങ്കിൽ ഒന്നും വാങ്ങാനൊന്നുമില്ല. ജസ്റ്റ് ഒരു 1-2 സാധനം വാങ്ങാനുണ്ട്, അതൊന്ന് വാങ്ങണം. ഇതാണ് ഷോപ്പ്, ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലേ പോയിക്കാം. ട്രോളി വേണ്ടടി, കാരണം നമുക്കിന്ന് അധികം ഷോപ്പിംഗ് ഒന്നും ഇല്ല. ജസ്റ്റ് നിനക്ക് കട കാണിച്ചു തരാം, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടല്ലോ അത് മാത്രം വാങ്ങിയിട്ട് അങ്ങനെ പോകണ്ട. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇത് പ്രമാണിച്ചുകൊണ്ട് കുറേ ഐറ്റംസൊക്കെ അങ്ങനെ ഓഫറിൽ വന്നിട്ടുണ്ട് അവരുടെ. അതുപോലെ തന്നെ ഇവിടെ ഡ്രിങ്ക്സ് കാര്യങ്ങൾ എല്ലാം ഭയങ്കര റേറ്റ് കുറവാണ്. ബാക്കിയുള്ള ഷോപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ റേറ്റ് കുറവായിരിക്കും. സമ്മതിക്കില്ല എന്നെ ട്രോളി എടുക്കേണ്ട പറഞ്ഞ അവസാനം ബാസ്ക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. അതിനെ പിടിച്ച് നടന്നു കണ്ടേ. ഡ്രസ്സില്ലടി, ഇതൊക്കെ ഇത് വെറുതെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊന്നും വെക്കാനല്ല, ഒരു തമാശക്ക് ഇങ്ങനെ വെച്ചിരിക്കണ്. വാലന്റൈൻസ് ഡേ ഏത് അത് വേണോ? ആ വേണ്ട. നിനക്ക് എന്താ വേണ്ട? എന്താ സാധനം? ഞങ്ങളൊന്നും പറയില്ല. അവിടെ വെക്ക് കുഞ്ചിയില്. നന്നായി നടക്ക്. ഇങ്ങോട്ട് വാ, നടക്കുന്നുണ്ട്. നാട്ടിക്ക് പോകുമ്പോഴല്ലേ അതിന് സമയമുണ്ട്. ഇങ്ങോട്ട് വാ. നമ്മൾ എന്തിനാന്ന് വന്ന്? അത് ശരി, എന്താണിത്? നമുക്കേ സമയം കുറച്ചല്ലേ ഉള്ളു, വേഗം പോവാം. അത് ശരി, നമ്മൾ എന്തിനാ വന്നെന്ന്? എന്താ വാങ്ങണ്? ഇതൊക്കെ ഡവിന്റെ ഷാംപൂസ്, കണ്ടീഷണേഴ്സ്. മറ്റേ ഷോപ്പിലൊക്കെ പോണതിനെക്കാട്ടി റേറ്റ് കുറവാണ് ഇവിടെ കമ്പാരിറ്റീവ്. അത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ നിന്നെ അങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നിന്നെ കാണിച്ചത് നോക്കാം. ആക്സസറീസ് ഏതെടുത്താലും 1 പൗണ്ട്. ഇങ്ങനത്തെ ഷോപ്പുകളുണ്ട് ഇവിടെ. നമുക്ക് റേറ്റ് കുറവായിട്ട് എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടും. കുറേ ഉണ്ട് ഇവിടെ കാണാനൊക്കെ. നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഒക്കെ ചെറിയ വിലയുള്ളൂ. എന്താ പറഞ്ഞ? അതാ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇതിന് പൗണ്ട്ലാൻഡ് എന്ന് പേരിട്ടിരിക്കണത്. ഏകദേശം വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ അത് കിട്ടും, ഇങ്ങനെ ഇതുണ്ടാവും. ഇതെന്താ എക്സ്റ്റൻഷനോ? എക്സ്റ്റൻഷൻ അല്ലേ? അത് ക്വാളിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ കാണാൻ. ഇതാണ് ഡ്രസ്സിൻ്റെ ഇവിടെയുള്ള കളക്ഷൻസ്. അത്യാവശ്യം റേറ്റ് കുറവായിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ക്വാളിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇല്ല, ഇത് നോക്കുന്നത് എവിടെയൊക്കെ 2.5 പൗണ്ടിന് വുമൻസ് ടീഷർട്ട്, 5 പൗണ്ടിന് ഇത്, 4 പൗണ്ടിന് 7 പൗണ്ട്, 10 പൗണ്ട് ജാക്കറ്റ്, ലെതർ ജാക്കറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ്. ഇത് നമ്മളിങ്ങനെ കൂടുതൽ സംസാരിച്ച ആൾക്കാർ ഇവിടെ കടയ്ക്ക് വേണ്ടിയിട്ട് പബ്ലിസിറ്റിക്ക് വന്ന് എടുക്കാൻ വന്ന സാധനം മറന്നിട്ട് ഓള് ഇവിടെ മൊത്തം ഡ്രസ്സിൻ്റെ പിന്നാലെയാണ്.
അത് ശരി. നടക്കങ്ങുണ്ട്, അവിടെ പോയി സാധനങ്ങൾ വാങ്ങാണ്ട്. ഹോട്ട് വീൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഹോട്ട് വീൽസിൻ്റെതാണ്. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അങ്ങനെയുണ്ട് ഹൈഫ, എനിക്ക് ഇഷ്ടമായ? അതെനിക്കറിയില്ല. അങ്ങനെ ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ആധികാരികമായ അറിവുകളൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, കാണാൻ നല്ല കളക്ഷൻസാണ്. ചെറിയ എമൗണ്ട് തന്നെ ഉള്ളൂ. എഗ്ഗ് വേണത്ര. എഗ്ഗ് വേണ്ട, ഇങ്ങോട്ട് വാ. നമ്മൾ വന്ന സാധനം ഇതുവരെ വാങ്ങിയില്ല കേട്ടോ. നമുക്ക് വേണ്ടതൊന്നും വാങ്ങാണ്ട് വെറുതെ ഓരോ ഐറ്റംസ് നോക്കി നടന്നിട്ട് എന്താ കാര്യം? കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണാനൊക്കെ ഇഷ്ടം പോലെ. ഓരോ ലാംപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗാർഡനിങ്ങും കാര്യങ്ങളും അങ്ങനെ കുറേ ബെനിഫിറ്റുകളുണ്ട്. ഇവിടെ വന്നതിന് തന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ വാങ്ങും. സംഭവം ചെറിയ പൈസ കൊണ്ട് കാര്യമില്ല, നമ്മൾ വാങ്ങിയിട്ട് അതൊരു വലിയൊരു എമൗണ്ട് ആവും. അതുകൊണ്ട് അധികം ഒന്നും മൈൻഡ് ആക്കാണ്ട് ഇങ്ങനെ പോവാം അല്ലേ സിനോ? വാ, കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ നമുക്ക് വേണ്ടത്, വീട്ടിലേക്ക് ഉപകാരപ്പെട്ടതും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്ക് വന്നാലും ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ റേറ്റ് കുറവാണ് അല്ലേ? നമുക്കിനി വരണ്ട്. ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരാത്തതാ. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോവില്ല. കടയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ആയാലും ചുറ്റണം അവർക്ക് അല്ലേ? ഒന്നും ഒഴിവാക്കാൻ പാടില്ല. ഇത് ക്രാക്കേഴ്സ്, മറ്റേ എന്താണ് വാക്കേഴ്സിന് അടുത്ത് നാട്ടിലത്തെ ലേസ് പോലത്തെ സാധനം. പിന്നെ M&Mന്റെ ഒരു വലിയ ഫാനാണ്. M&M എല്ലാ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ആയിലുള്ളത്. എന്താണ് പൗണ്ട്ലാൻഡിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്? നേരത്തെ കൊണ്ടുവന്നതിന് നീ ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് എനിക്കറിയാം. വേണ്ടത് എടുത്തോ, അതോ എടുത്തോ. വിസ തീരാൻ സമയത്ത് പറഞ്ഞു ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നാണ് തന്നെ. നമ്മൾ എടുക്കാൻ വന്ന സാധനം വേറെ ആയിരുന്നു. പക്ഷെ കട അങ്ങനെ കണ്ടപ്പോൾ ഹൈഫന്റെ മനസ്സങ്ങോട്ട് ഇതായില്ലേ. അതിൽക്കിട് മതി, എന്താ മേടിച്ചെടുക്ക്, വേഗം പോവാം. അടുത്ത ഒരു 1-2 സ്ഥലത്തുകൂടി പോകണ്ട്. ഞാൻ മനഃപൂർവ്വം മോളിൽ കടയ്ക്ക് കൊണ്ടുവരാണ്ടിരുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ 1 പൗണ്ട് 2 പൗണ്ട് കണ്ടിട്ട് 1-2 സാധനം വാങ്ങണമെങ്കിൽ ശരി. ഞാൻ ആകെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്ന സെഞ്ചി അടക്കം ചാക്ക് നിറച്ച് ഇങ്ങനെ പോകണ്ട. അത് കുഴപ്പമില്ല, സീബ്ര ക്രോസിംഗ് അല്ലേ. ഇത് ഞാൻ മുന്നിൽ കണ്ടിട്ട് ഈ ഒരു എന്താ പറയുക, ഇത് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അത്യാവശ്യങ്ങൾക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഹൈഫ ആ കട കണ്ടുപിടിച്ചു. 2-3 മാസം ഞാനത് കാണിക്കാണ്ട് ഇങ്ങനെ നടന്നു. ഇനിയിപ്പോൾ വേറെ നിവർത്തിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വീണ്ടും വരേണ്ടി വരും. ഇങ്ങോട്ട് വരേണ്ടി വരുമോ? അത് ശരി. അങ്ങനെ ചെറിയൊരു പർച്ചേസ് ഞങ്ങളുടെ കഴിഞ്ഞു. ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരാണ്ടിരുന്നാണ് ഇങ്ങോട്ട്, എപ്പോഴേലും കൊണ്ടുവരാൻ വേണ്ടിട്ട്. പിന്നെ കണ്ടില്ലേ നിങ്ങൾ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, കൊണ്ടുവരുമ്പോഴത്തേന് ഇങ്ങനെയാണ്. 1 പൗണ്ടാണ് 50 പെൻസാണോട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ എടുത്തെടുത്ത് കൂട്ടുമ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ ആവും. അപ്പോൾ വേണ്ടവരൊക്കെ ഇങ്ങനെ നോക്കുക. അതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഷോപ്പിൽ വെച്ച് എടുക്കുന്നതിനെക്കാട്ടിയും റേറ്റ് കുറവായിരിക്കും ഇവിടുന്ന് കിട്ടാനൊക്കെ. സാധനങ്ങൾ സെയിം ഐറ്റംസ് ആണ്, ഇവിടെ ഒന്നുകൂടി റേറ്റ് കുറയും. കമ്പാരിറ്റീവ്ലി ഭയങ്കര പ്രൈസ് റേഞ്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഉപകരണ സാധനങ്ങൾ കുറേ ഉണ്ട് അവിടെ. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, ടിൻസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടാവും, അവിടെ ഉണ്ടാവും. നമ്മൾ ഫുള്ള് ഞാൻ പെട്ടെന്ന് മുകളിൽ ഇങ്ങനെ ഓടിച്ചോടിച്ച് ഇറക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം അവിടെ നിന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു സെഞ്ചിനിക്ക് പകരം ചിലപ്പോൾ 2 ചാക്ക് നിറയും ബാക്കിൽ. അപ്പോൾ അതുകൊണ്ട് വേഗം ഇങ്ങനെ ഓടിച്ചോടിച്ച് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് കൊണ്ടുവന്നു. ഇനി ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട്. ഓക്കെ അല്ലേ? അങ്ങനെ കട കണ്ടില്ലേ? കാണണം പറഞ്ഞു, കട കാണിച്ചു കൊടുത്തു. അതെ, ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോവല്ലെന്നാ. ഓക്കെ, വാ. ഇതാണ് നോർത്താംപ്ടണിലെ മെഗ്ഡിയും അല്ല വെസ്റ്റേൺ ഫേവൽ മെഗ്ഡി. പിന്നെ ഇതാണ് വെസ്റ്റേൺ ഫേവൽ ഷോപ്പിംഗ് സെന്റർ. പിന്നെന്തൊക്കെയുള്ള അവിടെ ഉണ്ട് ഒരു പൗണ്ട്ലാൻഡ്. മറന്നുപോയി അതിന്റെ കാര്യം. പിന്നെയുള്ള പൗണ്ട്ലാൻഡ് ടൗൺ സെന്ററിൽ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട്. ഇല്ലല്ല, വലുതൊന്നല്ല. ഫിഷ് ആൻഡ് ചിപ്സ് എന്താ പറഞ്ഞു കൊടുക്കേ? അത് ഈ ട്രഡീഷണൽ ബ്രിട്ടീഷ് ഫുഡാണ്. ഒരു ഫിഷിനെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം മറ്റേ കുറച്ച് കട്ടി കൂടിയ ചിപ്സ്, കുറച്ച് വിനീഗറാണ് എന്താ സാധനം അതിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് തരും. പക്ഷേ ഞാനതൊരു ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷുകാർ വാങ്ങി കഴിക്കണതാണ്.
ഇവരുടെ അന്നത്തെ മറ്റേ കോർണിഷ് പാസ്ത കഴിച്ചിട്ട് തന്നെ എനിക്ക് ഒരു ഒരുമാതിരി സാധനം, ഉപ്പും മുളകും ഇല്ലാത്ത സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്തൊന്നും അങ്ങനെ ടേസ്റ്റ് ചെയ്തില്ല. എനിക്ക് എപ്പോഴും സ്പൈസി ഫുഡ്, ചെറിയൊരു സ്പൈസി വേണം. നമുക്ക് ആ ഒരു ഏഷ്യനോ അല്ലെങ്കിൽ ഇക്കാന്റെ സ്പൈസിയാണ്. ചെറിയൊരു എരിവ് ഉണ്ടായി കഴിഞ്ഞാൽ മൂക്കൊന്നും കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ഒലിച്ചിറങ്ങും. അങ്ങനല്ല, അതിന് നാട്ടിലൊക്കെ ആകുമ്പോ ഉമ്മ ഫുഡ് ഉണ്ടാക്കി തരുമ്പോ നല്ല സ്പൈസി കഴിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ സ്വന്തമായിട്ടുള്ള കുക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോ മെല്ലെ മെല്ലെ സ്പൈസി കുറഞ്ഞു വന്നതാ. പിന്നെ ഇപ്പൊ ഈ നാട്ടില് നീ കണ്ടില്ലേ, സ്പൈസി കൊണ്ട് നമ്മൾ എന്ത് ബർഗർ വാങ്ങിയാലും എന്ത് വാങ്ങിയാലും നാട്ടിലത്തെ ഒരു എരിവില്ലാത്ത സാധനം ഇവിടുത്തെ സ്പൈസി പറഞ്ഞ സാധനം. ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ മാറിപ്പോവും ഇങ്ങോട്ടൊക്കെ വരുമ്പോ. ഇതെന്താ ഇന്നെ മാത്രം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്? എന്നെ കാണിക്കണമെന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുക, മിണ്ടണമെന്നില്ല. ക്യാമറന്റെ ബാക്കിൽ വരുമ്പോഴല്ല എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിക്ക് വരുമ്പോ ചെന്ന് മിണ്ടന കാണാനല്ല. വണ്ടി എടുത്ത പാർക്കിംഗ് ഉണ്ടായിട്ട് എവിടെ ഈ ഭാഗത്ത് അങ്ങനെ ഫ്രീ ആയിട്ട് വണ്ടി എടുത്തിട്ട് പോലും. പൗണ്ട്ലാൻഡിൽ നിന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് ഹൈഫയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണം. എന്താന്നുള്ളത് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ മുന്നേ അതിൻ്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുള്ളത് വെസ്റ്റേൺ ഫേവലിലാണ്. അങ്ങനെ ഞങ്ങൾ വെസ്റ്റേൺ ഫേവൽ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും. ഇവിടെ ഒരു വാലന്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് ഒരു ഐഫിൾ ടവർ, പിന്നെ അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ലവ് ബേർഡ്സിന് ഇതൊക്കെ ഇടാൻ പറ്റും. മറ്റേ നമ്മുടെ പേരൊക്കെ എഴുതി വെക്കാൻ പറ്റും. ഹൈഫ അവിടെ നിന്ന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അത് ഇതാ നമ്മുടെ പേര് ഇത് അവിടെ തന്നെ ഉണ്ട്. ഹൈഫ ആൻഡ് ഫൈസ് കാണുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല. സന്തോഷമായില്ല എനിക്ക്? പേര് ഇപ്പോഴും ഉണ്ട്. നടന്നിക്കണം എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മറ്റേ എന്താണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഫുള്ള് റെഡിഷാണ്. റെഡിൻ്റെ കളികൾ നമുക്ക് വേണ്ട സീനോ. എനക്ക് നീയും നിനക്ക് ഞാനും, അതുപോലെ മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ മതി. ഇങ്ങനെ പോകും, പക്ഷെ എന്നാലും അവൾക്ക് നടക്കണം. നടന്നിട്ട് അവിടെ എത്തണം. ഇഷ്ടല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മെല്ലെ ഇങ്ങനെ പോവാം. കാരണം തിരക്കൊന്നുമില്ലല്ലോ. ഹൈഫ, നീ അന്ന് മറ്റേ ഡോണറ്റ് വേണം പറഞ്ഞില്ലേ? ആ നേരെ കാണുന്ന കടയ്ക്ക് പോവാം, അവിടുന്ന് സാധനം വാങ്ങി തരാം. ഓക്കെ. എനിക്ക് ഞാൻ ജസ്റ്റ് ഒരു മീൽ ഡീൽ, 2 സൂഷിയും ഒരു മോൺസ്റ്ററും എടുത്തു. ഹൈഫയ്ക്ക് ഞാനിന്ന് അവളിങ്ങനെ എന്നോട് ഡോണറ്റ് വേണം പറഞ്ഞു. നമുക്ക് നല്ല സുപ്രീമിൻ്റെ ഡോണറ്റ്സ് ഇവിടെ ഉണ്ട്. അത് വെച്ച് നോക്കട്ടെ അതിലേത് നല്ല വെച്ചാൽ, എന്നിട്ട് അത് നോക്കി എടുത്തു കൊടുക്കാം. ഓക്കെ, ഹാപ്പിയാണോ? എന്തൊക്കെയാ ഇങ്ങനെ വാരി പൊതിയുണ്ട്. ഇതെന്താ പിസ്താഷ്യോ? പിസ്താഷ്യോ വിട്ടൊരു കളിയില്ല. ഇനി ഏതാ ഉണ്ട്? അതാ താഴത്തെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ചോക്ലേറ്റ്. ഏത്? അത് കണ്ടോ, അതെടുത്ത് ചോക്ലേറ്റ്. ആ അതെടുത്ത് പോവല്ലേ? യു ഹാപ്പി? എന്ന് മധുരം കിട്ടിയ അപ്പൊ ഹാപ്പിയാ. നടക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ജസ്റ്റ് എന്താ പറയുക, പൗണ്ട്ലാൻഡിൽ പോകാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഡോണറ്റിൻ്റെ ഇതും കൂടി കയറാൻ വിചാരിച്ചു. അതുകൊണ്ട് ഷോപ്പിംഗ് ഒന്നും കാര്യമായിട്ട് ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് എന്താ വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അവിടെ പോയി അവൾക്ക് ഡോണറ്റും വാങ്ങി, എനിക്ക് 2 ഫുഡും വാങ്ങി, അങ്ങനെ ഇറങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വെസ്റ്റേൺ ഫേവലൊക്കെ കാണിച്ചു തരുന്നുണ്ട്, ഷോപ്പിംഗ് കാര്യങ്ങൾ. ഇപ്പോൾ അവിടെ വാലന്റൈൻസ് ഡേൻ്റെതായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പിന്നെ മൊത്തം റെഡിഷാണ്, റെഡ് ഫ്ലവറും കൊണ്ടുള്ള കളിയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഒക്കെ എന്താണ് ഹൈഫയ്ക്കൊക്കെ പറ്റും അല്ലേ? അവൾക്ക് എന്തായാലും വാലന്റൈൻസ് ഡേൻ്റെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേ ഫ്ലവേഴ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഡോണറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ നമ്മൾ ഓക്കെയാണ്. ഹാർട്ടിൻ്റെ ഡോണറ്റ് കഴിക്കാൻ പറ്റുന്നതാണല്ലോ, എല്ലാത്തൊക്കെ വെറുതെ എന്തിനാ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ആരും മിസ് ചെയ്യരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിരുന്നാൽ അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, ബൈ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.